എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഹോണ്ടയുടെ 2025 മോഡലുകളായ ഡിയോ 125ഉം ആക്റ്റീവ് 125ഉം. അപ്പോൾ ഇതിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ കാണും. കാരണം രണ്ടും ഹോണ്ടയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന 125cc കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഈ രണ്ടും അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസ് ഒക്കെ കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസണിലോട്ട് കിടക്കാം. ഈ ഒരു രണ്ട് വണ്ടി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കേണ്ടത് രണ്ടും 125cc കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളാണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെ എഞ്ചിൻ സെയിം ആണെങ്കിലും ഇതിൻ്റെ ട്യൂണിങ്ങിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറയാൻ കാരണം 125 ആക്റ്റീവ 125 ഒരു ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിളാണ്. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഓറിയൻറ്റഡ് വെഹിക്കിളാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനമാണ് വിത്ത് ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് കാറ്റഗറി അല്ലെന്ന് പറയാം, ഒരു ഫാമിലി വിത്ത് സ്പോർട്ട് എന്ന് പറയാം. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി വെഹിക്കിളാണ്. രണ്ടും പ്രീമിയം കാറ്റഗറിയിലാണ് ഹോണ്ട പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ട ഡിയോ എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഫൈബർ ബോഡി വരുന്ന വണ്ടിയാണ്, എല്ലാം ഫൈബറാണ് വരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ നിലവിൽ ആക്റ്റീവ് 125 എന്ന് പറയുന്നത് സെമി എന്ന് പറയാം, അതായത് ഒരു 50% ഫൈബർ 50% മെറ്റൽ എന്ന് പറയാൻ പറ്റും. ഈ ഫ്രണ്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മെറ്റൽ ആക്കിക്കൊണ്ട് ബാക്ക് സൈഡ് മൊത്തം ഫൈബർ ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. കാരണം കൂടുതൽ ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെയിറ്റിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു രീതിയിൽ ഹോണ്ട ചിന്തിച്ചത്. ബാക്കിയുള്ള ഡിസൈൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എയറോഡൈനാമിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഷാർപ്പ് അഡ്ജസ്റ്റോട് കൂടിയ ഭാഗങ്ങളൊക്കെ ഡിയോയ്ക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആക്റ്റീവ് 125 നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാസിക് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു വണ്ടിക്ക് ചേരുന്ന രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രോമിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വരുന്നത് ആക്റ്റീവ് 125നാണ്. ക്രോമും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വരുന്നത്. എന്നാൽ ഡിയോ 125ലോട്ട് വരുന്ന സമയത്ത് ക്രോമ കാര്യങ്ങളൊന്നും വരുന്നെങ്കിൽ പോലും നമുക്ക് പല വെറൈറ്റി ഓഫ് കളേഴ്സ് ചൂസിങ് നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇത് യെല്ലോ കളറാണ്, അതുപോലെ റെഡ് വരുന്നുണ്ട്, റെഡ് വിത്ത് ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് വിത്ത് ഗ്രീൻ വരുന്നുണ്ട്, അതേപോലെ യെല്ലോ, അങ്ങനെയുള്ള കളർ കോമ്പിനേഷൻ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. എന്നാൽ ആക്റ്റീവ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ കളർ വേരിയൻ്റാണ് കിട്ടുന്നത്. സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ നമുക്ക് കുറച്ച് പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്റ്റീവ 125ൻ്റെ സീറ്റിൽ അതുപോലെ ഇന്നർ കവേഴ്സൊക്കെ നമുക്കിപ്പം ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഉള്ള വണ്ടിയിൽ ബ്ലാക്ക് തന്നെയായിരുന്നു. എന്നാൽ കുറച്ചൊരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടി അതിപ്പം നമുക്ക് ബ്രൗൺ കളറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം ഡിക്റ്റോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഇപ്പോൾ കളറിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. കുഷനിങ്ങും രണ്ടും അടിപൊളിയാണ്. കംഫർട്ടായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് നടുവേദനയും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. സെയിം എഞ്ചിനാണ്, 124cc എഞ്ചിനാണ് രണ്ടിനും കൊടുത്തിരിക്കുന്നത്. 125cc കാറ്റഗറിയിലാണ് പെടുന്നതെങ്കിലും ഈ രണ്ട് വണ്ടിയുടെ ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ട്യൂണിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ട് വണ്ടിയും 123.92cc എഞ്ചിനാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും പവർ ഫിഗറിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ പവറിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8.42 PS 6500 RPM നമുക്ക് ആക്റ്റീവയുടെ ഒരു പവറിൻ്റെ കാര്യം കൊടുത്തിരിക്കുന്നതെങ്കിൽ ഡിയോ 125 നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യാസങ്ങളുണ്ട്. കാരണം 8.30 6250 RPM അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള വണ്ടി ആക്റ്റീവ് 125 തന്നെയാണ്. എന്നാൽ കുറച്ച് എയറോഡൈനാമിക് ഡിസൈൻ ആ ഒരു രീതിയിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഫീൽ കിട്ടുക ഡിയോ 125 കാരണം ഫുള്ള് ഫൈബർ ബോഡിയാണ്. അതുപോലെ എയറോഡൈനാമിക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫീൽ നമുക്ക് കിട്ടുന്നത് ഡിയോ ഓടിക്കുമ്പോഴാണ്. എന്നാൽ അതിനെക്കാട്ടിൽ പവർ കുറച്ചുകൂടെ കൂടുതലുള്ള വണ്ടി, അതായത് ട്യൂണിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുള്ള വണ്ടി തീർച്ചയായിട്ടും ആക്റ്റീവ 125 തന്നെയാണ്. ഇനി ഇതിൻ്റെ ടോർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അത് രണ്ടും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് വണ്ടിയുടെ ടോർക്ക് 10.5 മറ്റ് 5000 RPM അതാണ് ഇതിൻ്റെ ഒരു ടോർക്കിൻ്റെ കാര്യത്തിൽ വരുന്നത്. ടോർക്ക് സെയിം ആണ്, എന്നാൽ പവറിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെ RPMൻ്റെ ഇതിലും വ്യത്യാസമുണ്ട്. അതുപോലെ ഒരു പോയിന്റ് സംതിങ് പവറിലും നമുക്ക് ഈ രണ്ട് വണ്ടിയിലും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓടിക്കാനുള്ളൊരു റൈഡിങ് കംഫോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് കിട്ടാൻ പോകുന്നത് ആക്റ്റീവ 125 ആയിരിക്കും. ഡിയോ കുറച്ചുകൂടെ ഒരു സ്പോർട്ടി കാറ്റഗറി ആയതുകൊണ്ട് അത്ര കംഫോർട്ട് നമുക്ക് കിട്ടിയില്ലെന്നും വരും. ഇനിയും പ്രാക്ടിക്കാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിക്ക് ഫ്രണ്ടിലായിട്ട് LED ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആക്റ്റീവ 125 വന്നിരിക്കുന്നത് ഈ കവർ ഹാൻഡിലായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നൈറ്റ് വിസിബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ആക്റ്റീവ 125 അപ്പം അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ കവർ ഹാൻഡിൽ തന്നെ ഒരു ക്രോമിൻ്റെ ഫിനിഷൊക്കെ കൊടുത്ത് അത് കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവൽ ആക്കിയിട്ടുണ്ട്. നേരെ നമുക്ക് ഡിയോടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. പണ്ട് തൊട്ടേ നമുക്ക് കേട്ടിട്ടുള്ളൊരു കുറവായിരുന്നു ഡിയോയ്ക്ക് നമുക്ക് ഹെഡ്ലൈറ്റിന് വെട്ട കുറവാണെന്നുള്ളത്. അത് പുതിയ 125 വന്നപ്പോൾ അത് അങ്ങനെ തന്നെയാണ്
വെട്ടം ആക്റ്റീവയുടെ അത്ര എന്തായാലും ഡിയോയ്ക്ക് വെട്ടം വരുന്നില്ല, അത് വെട്ടക്കുറവാണ്. എന്നാൽ ഡിമ്മിനും ബ്രൈറ്റും സെപ്പറേറ്റ് സെക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ആ ബോഡി, അതായത് ഹെഡ്ലൈറ്റിനോട് ചേർന്ന് തന്നെ ബോഡി തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ഒരു അഗ്രസീവ് ഫീല് നമുക്കിതിന് കിട്ടുന്നുണ്ട്, കുറച്ചുകൂടെ ആ ഒരു സ്പോട്ടി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ഹാലജൻ ബൾബാണ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഈ മൾഗാർഡൊക്കെ നമുക്ക് ഫൈബറാണ് വരുന്നത്. പക്ഷെ നമുക്ക് രണ്ട് വണ്ടിയുടെയും ടയറിൻ്റെ സൈസ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 12 ഇഞ്ച് ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് വണ്ടിയുടെയും. ഡിയോ 125 ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെലിസ്കോപ്പ് സസ്പെൻഷൻ വിട്ട് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇതൊരു പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ്. ഹീറ്റൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടല്ലേ ഒരു വേവ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് ആക്റ്റീവ 125 നോക്കിക്കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് സസ്പെൻഷൻ തന്നെയാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കണ്ടല്ലേ റൗണ്ട്, അതായത് ആ വേവ് ടൈപ്പ് ഒന്നും വരുന്നില്ല. നോർമലായിട്ടൊരു ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വണ്ടിയുടെയും ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ സെയിം തന്നെയാണെങ്കിൽ പോലും കുറച്ചൊരു ഹീറ്റ് കുറയ്ക്കാനുള്ള ഒരു ടെക്നോളജി ഡിയോ 125 അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് ബാലൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മെറ്റലാണ്, നമുക്ക് അതിൻ്റെ എല്ലാം ഫുള്ളി വരുന്നത് ഫൈബറാണ്. പിന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചൊരു അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഡിയോയുടെ കാര്യത്തിൽ. അതേപോലെ നമുക്ക് ഡി ആറിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഡിയോയുടെ ആക്റ്റീവയുടെ ഹെഡ്ലൈറ്റ് വരുന്ന ഭാഗത്ത് നമുക്കൊരു ഡി ആറിൽ മാത്രമാണ് വരുന്നത്. ജസ്റ്റ് കീ ഓണൊക്കെ കാണിച്ചാൽ കണ്ടില്ലേ, ഈ രീതിയിൽ ഒരു ഡി ആറിൽ മാത്രമാണ് വരുന്നത്, അത് സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിം ഡി ആറിൽ നമുക്ക് ആക്റ്റീവ് 125 വരുന്ന സമയത്ത് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് കീ ഓണൊക്കെ കാണിച്ചാൽ ഉണ്ടല്ലേ, നല്ല വെട്ടമാണ്. അപ്പോൾ എന്തുമാത്രം വിസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഈ രീതിയിൽ കണ്ടില്ലേ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുണ്ട് ഈ ഓരോരോ വര കണ്ടില്ലേ, അതിലൊക്കെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ വെട്ടം വരുന്ന സമയത്ത് അത് കാണാൻ കുറച്ചുകൂടെ പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശങ്ങളിലോട്ട് വരുന്ന സമയത്താണ് ആക്റ്റീവ് 125 പഴയ ഉണ്ട വണ്ടിയിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നത്. അതായത് ഈ ബാക്കിലത്തെ ഈ പാനലെല്ലാം നമുക്കിപ്പോൾ ഫൈബറാണ് കിട്ടുന്നത്. നേരത്തെ അത് മെറ്റലായിരുന്നു, എന്നാൽ ഇപ്പോൾ വെയിറ്റ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കതിപ്പം ഫൈബർ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ ആക്റ്റീവ 125 എന്നുള്ള 3D അമ്പളം കണ്ടില്ല, ഇതിന് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 3D അമ്പളം എന്നല്ല പറയുന്നത്, ഇതിന് വേറൊരു പേരാണ് പറയുന്നത്. ആ ഒരു ആക്റ്റീവ നിലയിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിലൊക്കെ വന്ന സമയത്ത് വളരെ നൈസായിട്ടാണ് അത് കാണാൻ നമുക്ക് ഫീൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കാബിലിറ്റി ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയിലും ഗ്യാസ് കുറ്റി കയറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവ 125 നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നല്ല വലുപ്പമുള്ള ഗ്യാസ് കുറ്റി കയറ്റി വെക്കാം. ഡിയോ 125 നമുക്ക് ആ ഒരു എഡ്ജ് ഫീലിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ശകലം പാടാണ്, കേരളത്തിൽ നല്ല കയറ്റി വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനൊരു കാര്യം കൊടുത്തേക്കുന്നത് ഇത് കണ്ടില്ല, ഈ ഹുക്കൊക്കെ നമുക്ക് ഫോൾഡബിൾ ആണ്. ഈ സീറ്റിനടിയിലെ ഹുക്കും നമുക്ക് ഫോൾഡബിൾ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് കുറ്റി കയറ്റി വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഗ്യാസ് കുറ്റി കയറ്റി വെക്കാം. ഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ ആ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു പീസ് വരുന്നുണ്ടല്ലോ, ഈ ബ്ലാക്ക് പീസ്, അതായത് എല്ലോടെ സൈഡ് ഈ ബ്ലാക്ക് പീസ് കുറച്ച് തെളിയിരിക്കുന്നുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് കയറ്റി വെക്കണമെന്നേ ഉള്ളൂ. ഗ്യാസ് കുറ്റി സിമ്പിളായിട്ട് കയറ്റി വെക്കാൻ പറ്റും. ഇപ്പം നമ്മൾ മലയാളികൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അവർ ചിന്തിക്കുന്നത് ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റുമെന്നാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് കൺസോൾ വരുന്നത് TFT മീറ്റർ ആണ്. കണ്ടില്ലേ, രണ്ടും TFT മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓണായി കഴിയുമ്പോൾ ഈ രീതിയിൽ ആണ് ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് വണ്ടിയുടെയും ഫങ്ഷൻസ് സെയിം തന്നെയാണ്, ഇതിൽ വ്യത്യാസമില്ല. നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് നമുക്ക് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു മീറ്ററിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയുടെയും സെയിം തന്നെയാണ്, TFT മീറ്ററാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബേസ് ചെയ്ത് പറയാം. ഈ ഒരു മീറ്ററിൽ നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഹോണ്ട. രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ് വരുന്നത് പറഞ്ഞു. ഫ്യൂവലിൻ്റെ ഉണ്ട്, എക്കോ ഇൻഡിക്കേഷൻ ഉണ്ട്, RPM ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ഉണ്ട്, സ്പീഡുണ്ട്, ടൈം ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യാൻ ഈ സൈഡിലായിട്ട് ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ജോയ്സ്റ്റിക് ആണ്. അപ്പോൾ ഇതിൽ നമ്മളൊന്ന് റൈറ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ പടമാണ്. അപ്പോൾ ഇത് ഒരു തവണയുടെ റൈറ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ഫ്യൂവൽ അതുപോലെ റേഞ്ച് എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു ഇത് ഫ്യൂവലാണ്. അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ താഴോട്ട് പ്രസ് ചെയ്ത് റേഞ്ച് ഇടുവാണെങ്കിൽ അത് റേഞ്ച് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് അടിക്കുന്ന പെട്രോൾ കൊണ്ട് ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കിവിടെ അറിയാം. അതേപോലെ ആ തിരിച്ച് മേലിടുവാണെങ്കിൽ അത് മാറി അവിടെ ഫ്യൂവലിൻ്റെ ഇത് അറിയാനും പറ്റും. ഇത് രണ്ട് വണ്ടിക്ക് സെയിം തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു കോളം കണ്ടില്ലേ, ഈ ഒരു കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ നമുക്ക് ഈ സ്വിച്ച് താപ്പോട്ട് മാത്രം പ്രസ് ചെയ്താൽ മതി. ട്രിപ്പ് ബിയിലാണ് കിടക്കുന്നത്, ടോട്ടൽ കിലോമീറ്റർ. ഇതുകൊണ്ട് ഒരു ഗ്രാഫിക്സ് രൂപത്തിൽ മൈലേജ് അറിയാൻ പറ്റും. അതേപോലെ ട്രിപ്പ് A, ട്രിപ്പ് B അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ചൊരു ഫങ്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് പ്രസ് ചെയ്ത് നമ്മൾ സെറ്റിങ്സിനകത്ത് കയറി ഡിസ്പ്ലേക്കകത്ത് കയറിയിട്ട് ഇവിടെ ഫേവറേറ്റ് ഇൻഫർമേഷൻ ആണല്ലേ, ഇതിനകത്ത് കയറുവാണെങ്കിൽ നമുക്ക് ഈ ഒരു താഴെ കാണുന്ന കോളത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളത്, അതായത് ട്രിപ്പ് Aക്ക് നമുക്ക് ലൈവ് മൈലേജ് അറിയാൻ പറ്റും. അതുപോലെ ട്രിപ്പ് Aയുടെ മൈലേജ് അറിയാൻ പറ്റും. അതുപോലെ ട്രിപ്പ് Bയുടെ ലൈവ് മൈലേജ് അറിയാൻ പറ്റും. ട്രിപ്പ് Bയുടെ
ആവറേജ് മൈലേജ് അറിയാൻ പറ്റും, അതേപോലെ ആവറേജ് സ്പീഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിതിനകത്തിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ താഴെയുള്ള കോളത്തിൽ നോക്കിക്കോണം, ടോട്ടൽ കിലോമീറ്റർ ഉണ്ട്, അതേപോലെ ടോട്ടൽ കിലോമീറ്റർ ഉണ്ട്, ലൈവ് മൈലേജ് ഉണ്ട്, ട്രിപ്പ് എയുടെ വരുന്നുണ്ട്, അതേപോലെ ട്രിപ്പ് എക്ക് കിട്ടുന്ന ലൈവ് മൈലേജ് വരുന്നുണ്ട്, ആവറേജ് മൈലേജ് വരുന്നുണ്ട്, ട്രിപ്പ് ബി വരുന്നുണ്ട്, ട്രിപ്പ് ബിയുടെ ലൈവ് മൈലേജ് വരുന്നുണ്ട്, ട്രിപ്പ് ബിയുടെ ആവറേജ് മൈലേജ് വരുന്നുണ്ട്, ആവറേജ് സ്പീഡും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് സെറ്റിങ്സ് എന്ത് കയറി നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചധികം ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. സർവീസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റെനൻസ്, പീരിയോഡിക് മെയിൻ്റെനൻസ്, ഓയിൽ ചേഞ്ച്, വാർണിംഗ് ഇൻഫർമേഷൻ, ബാറ്ററിയുടെ വോൾട്ടൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് പീരിയോഡിക് മെയിൻ്റെനൻസിനകത്ത് ഇതിനെ ഡിസ്റ്റൻസ് അറിയാൻ പറ്റും, മന്ത് അറിയാൻ പറ്റും, വർഷം അറിയാൻ പറ്റും, അതായത് സർവീസ് ചെയ്തെന്ന് അറിയാൻ പറ്റും. അതേപോലെ ഓയിൽ ചേഞ്ച് നമുക്ക് എന്ന് ചെയ്തു, ഏത് മാസം ചെയ്തു, ഏത് വർഷം ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു മീറ്ററിനകത്ത് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് മീറ്ററിലും ഹോണ്ട സെറ്റ് ചെയ്ത്. ഈ രണ്ട് വണ്ടിയുടെ മീറ്ററിന്റെ ഫംഗ്ഷൻ സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിൽ കാണിച്ചു തന്നത്. ഇനി വരുന്നത് സീറ്റ് ഓപ്പണിങ്ങും പെട്രോൾ ഓപ്പണിങ്ങും സെയിം തന്നെയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് മുകളിലോട്ടേക്ക് ഫ്യൂവൽ, താപ്പോട്ടേക്ക് സീറ്റ് സെയിം തന്നെയാണ്. അതുപോലെ താപ്പോട്ടേക്ക് സീറ്റിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മാറ്റമില്ല. പെട്രോൾ അടിക്കുന്നതും ഈ ബാക്കിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5.3 ലിറ്ററാണ് രണ്ട് വണ്ടിക്കും കപ്പാസിറ്റി വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, അതുപോലെ ക്ലോസും ചെയ്യാം. അതേപോലെ ഇതും ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്, ക്ലോസ് ചെയ്യാം. ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ടെയിൽ ലാമ്പ് രണ്ട് വണ്ടിക്കും ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. LED കാര്യങ്ങളൊന്നും കൊണ്ട് കൊടുത്തിട്ടില്ല. രണ്ട് വണ്ടിയുടെ രണ്ട് രീതിയിലായതുകൊണ്ട് തന്നെ രണ്ടും അടിപൊളി തന്നെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ സൈലൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള സൈലൻസർ കണ്ടില്ലേ, നമുക്ക് നേരെ ഡിയോടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ സൈലൻസർ, കുറച്ചുകൂടെ മുഴക്കമുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിയോയിൽ നിന്ന് കിട്ടുന്നു. രണ്ട് വണ്ടിയുടെ ഷോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് ഷോക്ക് വരുന്നത്. ഈ കാണുന്നത് ഒന്നിന് നമുക്ക് ബ്ലാക്ക് കളർ സ്പ്രിംഗ് ആണ് വരുന്നതെങ്കിൽ ഇതിന് നമുക്ക് റെഡ് കളർ സ്പ്രിംഗ് ആണ് വരുന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് രണ്ട് വണ്ടിക്കും വരുന്നത്. അതുപോലെ ബാക്കിലെ ടയറിൻ്റെ അത് അലോയുടെ സൈസ് വരുന്നത് 10 ഇഞ്ചാണ്. 12 ഇഞ്ച് അലോയ് കിട്ടുന്നില്ല, 10 ഇഞ്ചാണ് അലോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. രണ്ട് വണ്ടിയും OBD2B മോഡലാണ്. ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുതിയ OBD2B മോഡലാണ് രണ്ട് വണ്ടിയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ കണ്ടില്ലേ, ഇത് ഒറ്റ പീസായിട്ട് വരുന്നു, ഇത് നമുക്ക് രണ്ട് പീസായിട്ട് വരും. അത് ഈ ഒരു വണ്ടിയുടെ കളർ തീമിനനുസരിച്ച് അതും കൊടുത്തിരിക്കുന്നു. ഇനി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിക്കും USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ കണ്ടില്ലേ, ഇത് USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടിക്കും. നമുക്ക് കേബിൾ മാത്രം വാങ്ങിച്ചാൽ മതി. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ രണ്ട് വണ്ടി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. രണ്ട് വണ്ടി ഹോൾഡർ എന്നല്ല, ഒരു ഗ്ലോ ബോക്സ് ആണ് രണ്ട് വണ്ടിക്കും, അതും കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കൊടുത്ത് അത് രണ്ട് വണ്ടിയിലും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പിൻ്റെ കാര്യം പറഞ്ഞാലും അതാണ്, നമ്മൾ സെൽഫ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആക്ടിവേഷൻ ആവും. പിന്നീട് നമ്മൾ എപ്പം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാലും അത് ആക്ടിവേഷൻ ആവും. പിന്നെ നമ്മൾ എവിടെ കൊണ്ട് ബ്രേക്ക് പിടിച്ചെടുത്താലും ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓഫായിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ആക്സിലേറ്റർ ജസ്റ്റ് ആക്കിയാൽ മതി, തിരിച്ച് സ്റ്റാർട്ടാവും. ആ ഒരു ടെക്നോളജി രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നു. അടുത്തൊരു കാര്യമാണ് രണ്ട് വണ്ടിയുടെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ വരുന്നത്. ആക്റ്റീവ് 125 ഏകദേശം 712 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഡിയോയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ 708 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് കുറച്ചൊരു വണ്ടി ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കും പെട്ടെന്ന് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡിയോ 125 ആണ്. എന്നാൽ ആക്റ്റീവ് 125 അത്ര കൂടുതലല്ല. ഡിയോയ്ക്കായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആക്റ്റീവയ്ക്ക് കൂടുതലാണ്, ഡിയോയ്ക്കാണ് കുറച്ച് കുറവ് സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ രണ്ട് വണ്ടിയുടെ വെയിറ്റ് കാര്യം നോക്കിക്കഴിഞ്ഞാൽ 107 കിലോ ആണ് നമുക്ക് ആക്റ്റീവയിൽ വരുന്നതെങ്കിൽ 105 കിലോ ആണ് നമുക്ക് ഡിയോ 125 വരുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ ഒരു കൺസിഡറേഷൻ നോക്കിയാലും ഡിയോയ്ക്ക് തന്നെയാണ് വെയിറ്റ് കുറവ്. അപ്പം ലേഡീസിനൊക്കെ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റിൻ്റെ നോക്കി എടുക്കുകയാണെങ്കിൽ ഡിയോ തന്നെ എടുക്കാം. എന്നാൽ ഓവറായിട്ടുള്ള 2 കിലോയുടെ വ്യത്യാസം രണ്ട് വണ്ടി തമ്മിൽ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് ഈ രണ്ട് വണ്ടിയുടെ ഒരു കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. രണ്ട് വണ്ടിയും പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഹോണ്ടയുടെ വാഹനങ്ങളാണ്. എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റും സ്മൂത്ത്നെസ്സും ഒക്കെ രണ്ട് വണ്ടിക്ക് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പവറിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ രണ്ട് വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് എൻക്വയറിയോ അല്ലെങ്കിൽ വണ്ടി എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.